ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ലോകമെമ്പാടും ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വൃക്ഷത്തൈകൾ നടുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്ത് ആചരിക്കാറുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ചെടിയുടെ പൊടി പോലും കാണില്ല എന്നുള്ള വാസ്തവം. എന്നാൽ നട്ടമരങ്ങൾ സംരക്ഷിച്ച് വലിയ വൃക്ഷങ്ങളാക്കി ഒരു നാടിന് മുഴുവൻ തണലേകിയ ഒരു പ്രകൃതി സ്നേഹിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇത് ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ. ഇദ്ദേഹം വെച്ച് നട്ടു വളർത്തിയ വൃക്ഷങ്ങളാണ് ഇന്ന് ഈ കുട്ടക്കട അങ്ങാടിയിൽ തണലേകുന്ന വലിയ വലിയ മരങ്ങളായിട്ടുള്ളത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണല്ലോ. നമ്മുടെ നാട്ടിലെ എല്ലാവരും വൃക്ഷത്തൈകൾ വെച്ച് ഒരു ചടങ്ങ് നടത്തുന്ന ഒരു ദിവസമാണ്. ആ ചടങ്ങിന് ശേഷം 2 ദിവസം കഴിഞ്ഞാൽ ചെടികൾ പോലും അവിടെ കാണില്ല. ഇന്ന് ഈ കുട്ടക്കട അങ്ങാടിയിൽ കാണുന്ന ഒട്ടുമിക്ക മരങ്ങളും 48 മരം ഞാൻ പറ്റിണ്ടാക്കി. 48 എത്ര എണ്ണം? 48 ഞാൻ പറ്റിണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോ 10 എണ്ണം മുറിച്ചിക്കണ്. സ്കൂളിൽ നമ്മളെ ഹൈസ്കൂളിൽ 5 എണ്ണം വെച്ചാൽ അതിപ്പോൾ 3 എണ്ണം പറഞ്ഞു. ഇനി 2 എണ്ണം ഉള്ളൂ. അതും ഇപ്പോൾ ഈ മതിൽപ്പണി വന്നാൽ അതും പോകും. ഇനി റോഡിൻ്റെ വീതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക. ഞാൻ മരം വെക്കും, മരം ഇനിയും വെക്കും. ഞാൻ ചാവുന്നത് മരം വെക്കും. എനിക്ക് എൻ്റെ വിശ്വാസമായിട്ട് അന്ന് വെച്ച തൈകളൊക്കെ ഒന്ന് വലിയ മരങ്ങളായി കാണുന്നുണ്ട്. വലിയ മരങ്ങളായി ഇപ്പോൾ 93-ൽ വെച്ച മരമായിരുന്നു. അതാ മുറിച്ച് കണ്ടൊന്ന്. പിന്നെ 3 എണ്ണം അവിടെ അച്ഛൻ്റെ വീടും വെക്കാം. 3 എണ്ണം. ഇതിലുണ്ടായിരുന്നത് ഏറ്റവും നല്ല ജനങ്ങൾക്ക് കാഴ്ചപ്പാടും തണലും ഉണ്ടായിരുന്ന മരമാണ് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അത് മുറിച്ചു പോയത് ഗവൺമെൻറ് മുറിച്ച് തന്നെ പഞ്ചായത്ത്. പിന്നെ അപ്പം 3 എണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. അത് മുറിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ റോഡ് പണി വന്നാൽ അതും പോകും. ഈ വെച്ച തെയ്യളൊക്കെയും പോകും. പിന്നെ ഇതിപ്പോൾ 2016-ൽ 2014-ൽ 15-ലൊക്കെ വെച്ചുള്ള മരങ്ങളാണ് തെയ്യളപ്പോൾ നിൽക്കുന്നത്. ആ നിൽക്കുന്നതൊക്കെ അവിടുന്ന് അങ്ങോട്ടുള്ള 18 വെച്ചുള്ള അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ വെച്ച് നട്ടു വളർത്തി വലിയ മരങ്ങളായതൊക്കെ ഒന്ന് മുറിക്കുമ്പോൾ ഒരു പ്രയാസമില്ലേ? വേദന ഞാൻ പറഞ്ഞു ഇവിടെ കത്തി വെക്കുമ്പോൾ പറഞ്ഞു എൻ്റെ കഴുത്തിൽ അങ്ങനെ മഴ വെക്കണം കേട്ടോ, അത് സൂക്ഷിച്ചോളാം പറഞ്ഞു. പക്ഷേ പറഞ്ഞ അതിൻ്റെ മേലെ കയറി ആള് മഴ വെച്ച് കൊത്തിയതിൻ്റെ ശേഷം അയാളെ കാലിൻ്റെ വിരലാണ് മുറിഞ്ഞു. മുറിഞ്ഞു ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ മേലെ നിന്ന് ഇനിയും വെക്കണം എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും വെക്കും. റോഡ് എവിടെ വരെ എത്തും അതിൻ്റെ അപ്പുറത്തെ സ്ഥലം കൊണ്ട് നമുക്ക് വെക്കണം എന്നുള്ള കണ്ടീഷനായിരുന്നു. ഇന്ന ദിവസം തൈകൾ നട്ട് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മാത്രം തീരുന്നതല്ല നമ്മൾ ഉത്തരവാദിത്വം. ഇതുപോലെ നട്ട തൈകൾ സംരക്ഷിച്ച് അവ വലിയ മരങ്ങളാക്കി ഒരു നാടിന് തണലേകുന്നതോടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകും. അതിനുള്ള പ്രതിജ്ഞ കൂടി നാം എടുക്കേണ്ടതുണ്ട്.